ഒരിക്കൽ കുടിച്ചാൽ വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നുന്ന എന്നാൽ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഡ്രിങ്ക് നോക്കിയാലോ. ഒരു 10 ഏലക്കയുടെ കുരു മാത്രം എടുത്ത് 3 ടീസ്പൂൺ പഞ്ചസാരയുടെ കൂടെ ചേർത്ത് പൊടിച്ചെടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വാനില ഫ്ലേവേർഡ് കസ്റ്റാർഡ് പൗഡർ ഒരു ഇത്തിരി തണുത്ത പാലിൽ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ 1 ലിറ്റർ പാൽ, ഞാനിവിടെ ഗുഡ് ലൈഫിൻ്റെ പാലാണ് എടുക്കുന്നത്, അത് തിക്കാണ്. അതിലേക്ക് 1/2 ലിറ്റർ വെള്ളം ചേർക്കുന്നുണ്ട്. നിങ്ങൾ സാധാരണ പാലാണ് എടുക്കുന്നതെങ്കിൽ വെള്ളം കുറച്ച് ചേർക്കുക. ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച ഏലക്ക ചേർക്കാം. പിന്നെ പഞ്ചസാര ഞാനിവിടെ ഒരു 14 to 15 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അത്രയും വേണ്ടി വരും. നിങ്ങൾക്ക് മധുരം കുറവ് മതിയെങ്കിൽ അതനുസരിച്ച് ചേർക്കുക. ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് പൗഡർ മിക്സ് ചേർക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ജസ്റ്റ് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2 to 3 ഡ്രോപ്സ് ഓഫ് ഫുഡ് കളറ് പിങ്ക്, ഞാൻ ഈ ഫുഡ് കളറാണ് ഇവിടെ ചേർക്കുന്നത്, അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് സിന്തറ്റിക് ഫുഡ് കളറാണ്. നിങ്ങൾക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് കളർ അവൈലബിൾ ആണെങ്കിൽ അത് ചേർക്കാം. പിന്നെ ഇത് അരച്ചെടുത്തതിന് ശേഷം ഒരു 2 to 3 hours നന്നായിട്ട് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. നന്നായിട്ട് തണുത്തതിന് ശേഷം സെർവ് ചെയ്യുക. ഒരു പ്രാവശ്യം കുടിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും തീർച്ചയായിട്ടും കുടിക്കാൻ തോന്നും. പക്ഷെ ഭയങ്കര ഈസിയാണ്. നമ്മൾ ഒരിക്കലും വിചാരിക്കത്തില്ല ഇത്രയും സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഇത്ര ടേസ്റ്റി ആയിട്ടൊരു ഡ്രിങ്ക്, അതും ഈ ചൂടത്ത് കുടിക്കാൻ വളരെ റിഫ്രഷിംഗ് ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും.